ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് 5-ലെ മാത്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഡിവിഷൻ മെത്തേഡ്സിൻ്റെ പേജ് നമ്പർ 48-ലുള്ള ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ പ്രൈസ് ഓഫ് 7 pens ഓഫ് ഈക്വൽ റേറ്റ് ഇസ് 98 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൈസിലുള്ള 7 പെന്നുകൾക്ക് രൂപയാണ് ആയത്. അപ്പോൾ ഒരു പെന്നിന് എത്രയായിരിക്കും വില എന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, 98 രൂപയാണ് 7 പെന്നിനായത്. അപ്പോൾ ഒരു പെന്നിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം മക്കളെ? 10 അസംഷൻ ആയിട്ട് എടുക്കാം. സോ 10 × 7. 10 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 അല്ലേ. സോ 10 × 7 = 70. അപ്പോൾ ഇവിടെ 70 എന്ന് എഴുതാം. 98 - 70 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8-ൽ നിന്ന് 0 പോയാൽ 8 കിട്ടും. 9-ൽ നിന്ന് 7 പോയാൽ നമുക്ക് 2 കിട്ടും അല്ലേ, 28. അപ്പോൾ നമുക്കറിയാമല്ലേ 4 × 7. 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 4 × 7 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പോൾ 4 × 7 എന്ന് പറഞ്ഞാൽ 28. 28-ൽ നിന്ന് 28 മൈനസ് ചെയ്താൽ we will get the answer will be the remainder will be 0. അപ്പോൾ നമുക്കറിയാം 98 ഡിവൈഡഡ് ബൈ 7 = 10 + 4 എന്ന് പറഞ്ഞാൽ 14. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 14 × 7 = 98 എന്ന് എഴുതാം. സോ പ്രൈസ് ഓഫ് എ പെൻ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തരുത് മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു പെന്നിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളതാണ്. സോ പ്രൈസ് ഓഫ് എ പെൻ = 14 എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 168 rupees is shared equally among 8 persons, how much will each get? അതായത് 168 രൂപ 8 പേർക്ക് ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? 168 rupees 8 പേഴ്സൺസിനിടയിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം മക്കളെ? 20 അസംഷൻ ആയിട്ട് എടുക്കാം. സോ 20 × 8 എന്ന് പറഞ്ഞാൽ 160 ആണ് അല്ലേ. 2 × 8 എന്ന് പറഞ്ഞാൽ 60 ആണ്. ഈ 0 അതേ രൂപത്തിൽ ഇട്ട് കൊടുക്കുക. സോ 160. അപ്പോൾ നമുക്കിവിടെ 160 എന്ന് എഴുതാം. ഇനി 168-ൽ നിന്ന് 160 പോയാൽ ബാക്കി എത്രയാണ് മക്കളെ? 8 ആണ് വരിക. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 എവിടെയാണ്? 1 × 8 അല്ലേ. അപ്പോൾ 1 × 8 എന്ന് പറഞ്ഞാൽ 8 ആണ്. 1 × 8 = 8. സോ നമുക്ക് ഇതെവിടെ എഴുതാം? 8-ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ we will get remainder 0. അപ്പോൾ 168 rupees 8 പേഴ്സൺസിനിടയിൽ ഭാഗിച്ചാൽ അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്നത്, അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 21 ആണ്. സോ 168 ഡിവൈഡഡ് ബൈ 8 = 21. അതല്ലെങ്കിൽ 21 × 8 = 168. സോ നമുക്ക് എന്ത് പറയാം? each one get rupees that each one get equal to 21 rupees. 21 rupees ഓരോരുത്തർക്കും കിട്ടും. Third question, the school store needs 1825 notebooks. How many packs of 25 notebooks are to be bought? അതായത് സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് ബുക്ക് വേണം. 25 പാക്കുകളുള്ള എത്ര നോട്ട് ബുക്ക് വേണം? അപ്പോൾ നമ്മൾ 1825-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 1825 നോട്ട് ബുക്കുകൾ വേണം. 25 നോട്ട് ബുക്കുകളാണ് ഓരോ പാക്കിലുള്ളത്. അപ്പോൾ എത്ര പാക്കുകൾ വേണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 50 അസംഷൻ ആയിട്ട് എടുത്താൽ 50 × 25 എന്ന് പറഞ്ഞാൽ 1250 ആണ്. അപ്പോൾ നമ്മൾ 60 എടുക്കുകയാണെങ്കിൽ 60 × 25 എന്ന് പറഞ്ഞാൽ 1500 ആണ്. അപ്പോൾ നമുക്ക് 60 അസംഷൻ ആയിട്ട് എടുക്കാം. സോ 60 × 25 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1500. അപ്പോൾ അതിവിടെ എഴുതണം. 60 × 25 = 1500 എന്ന് എഴുതണം. ദെൻ 1800-ൽ നിന്ന് 1500 കുറയ്ക്കുക അല്ലേ. 5-ൽ നിന്ന് 0.5, 2-ൽ നിന്ന് 0.2, 8-ൽ നിന്ന് 5.3, ദെൻ 0-ൽ നിന്ന് 1-ൽ നിന്ന് 1 പോയാൽ 0. അപ്പോൾ 325 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 അസ്യൂം ചെയ്യാം അല്ലേ. 10 × 25 എന്ന് പറഞ്ഞാൽ 250. 10 × 25 എന്ന് പറഞ്ഞാൽ 250. അവിടെ 250 എന്ന് എഴുതാം. 325-ൽ നിന്ന് 250 പോയാൽ എത്രയായിരിക്കും മക്കളെ? 5-ൽ നിന്ന് 5 പോയാൽ 0, 12-ൽ നിന്ന് 5 പോയാൽ 7, അപ്പോൾ 75. അപ്പോൾ നമുക്കറിയാമല്ലേ 3 × 25 ആണ് 75. സോ 3 × 25 = 75. അതിവിടെ എഴുതണം. 3 × 25 = 75.
അപ്പോൾ 75-ൽ നിന്ന് 75 പോയാൽ വി വിൽ ഗെറ്റ് റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് പാക്കുകൾ കിട്ടിയില്ലേ? എത്ര പാക്കുകൾ വേണം? നമ്പേഴ്സ് ഓഫ് പാക്സ് നീഡഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാം മക്കളെ? 60 + 10 + 3, അതായത് 73 പാക്സ് നീഡഡ് ആണ്. അതിന് മുന്നേ നമ്മളിവിടെ എന്ത് എഴുതണം? 1825 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 73. 73 × 25 ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? നമ്മുടെ ഡിവിഡൻഡ് ആയിരിക്കും അല്ലേ? 1825 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് പഠിച്ചു വെക്കണം മക്കളെ? നമ്മളുടെ 25ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതായത് നമ്മളുടെ 1 × 25 ഈക്വൽ ടു 25, 1 × 25 ഈക്വൽ ടു 25, 2 × 25 ഈക്വൽ ടു 50, 3 × 25 ഈക്വൽ ടു 75, 4 × 25 ഈക്വൽ ടു 100. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം കേട്ടോ. ഈ ഒരു 25ൻ്റെ 4 ടൈംസ് വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ.